പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും നമസ്കാരം. സുഖം തന്നെയല്ലേ? കുറച്ച് നാളുകൾക്ക് ശേഷമാണ് വീഡിയോ ചെയ്യുന്നത്. ഇന്നിപ്പോ അപർണയുണ്ട്, ഞാനും പിന്നെ സൂര്യയും പിന്നെ ആദിക്കുട്ടനുമാണ്. ഇന്നിപ്പോ ഞങ്ങള് കോട്ടയം ജില്ലയിലെ ഇല്ലിക്കൽ കല്ലിലേക്കാണ് യാത്ര. ഇന്ന് മെയ് 28 പെരുന്നാൾ കൂടി ആയതുകൊണ്ട് അത്യാവശ്യം തിരക്കുണ്ടാകുമെന്ന് കരുതുന്നു. ഇവിടെ നിന്നും മുകളിലോട്ട് കയറിയിട്ട് വേണം ഇല്ലിക്കൽ കല്ലിലേക്ക് പോകാൻ. രാവിലെ 8 മണിക്ക് ശേഷമാണ് ഗേറ്റ് തുറക്കുക. നല്ല മഴയുള്ള ദിവസങ്ങളിൽ അങ്ങോട്ടേക്ക് പ്രവേശനം അനുവദനീയമല്ല. ഇന്നിപ്പോൾ മഴ പെയ്തെങ്കിലും ഇപ്പോൾ തെളിഞ്ഞ കാലാവസ്ഥയാണ്. അങ്ങനെ ഞങ്ങൾ മുകളിലെത്തി. ഇവിടെ വരെ മാത്രമേ വണ്ടികൾക്ക് പ്രവേശനമുള്ളൂ. താഴെ കാണുന്ന ഗ്രൗണ്ടിൽ വണ്ടി പാർക്ക് ചെയ്യാവുന്നതാണ്. പാർക്കിംഗ് ഫീസ് കൊടുക്കണം. മുകളിലേക്ക് കയറാൻ എൻട്രി ഫീസ് ഉണ്ട്. അതുകൂടാതെ ജീപ്പ് സഫാരിയും ഇവിടെ അവൈലബിൾ ആണ്. ഞങ്ങൾ നടക്കാമെന്നാണ് കരുതിയത്. 1.5 കിലോമീറ്റർ ഉണ്ട് മുകളിലേക്ക്. എന്നാലും നല്ല കാലാവസ്ഥ ആയതുകൊണ്ട് നടക്കാമെന്ന് കരുതി. ഇത് ആളുകളെ വിട്ടതിന് ശേഷം തിരിച്ചു വരുന്ന ജീപ്പാണ്. മുകളിലേക്ക് കയറുന്തോറും നല്ല ഭംഗിയുള്ള കാഴ്ചകളാണ് തെളിഞ്ഞു വരുന്നത്. ചുറ്റും കോട വന്ന് നിറഞ്ഞിരിക്കുന്നു. പക്ഷേ കയറാൻ മാത്രം വലിയ സുഖമില്ല. ആരംഭത്തിലുള്ള ഒരു ശൂരത്വമൊന്നും ഇപ്പോൾ കാണുന്നില്ല. പുതിയ ടെക്നിക്ക് കണ്ടുപിടിച്ചിട്ടുണ്ട്. നേരെ നടക്കാൻ അറിയാത്തവരാണ് ഇപ്പോൾ തിരിഞ്ഞടക്കുന്നത്. ഇല്ല, അതും വിജയിച്ചിട്ടില്ല. അത് ഉപേക്ഷിക്കേണ്ടതായിട്ട് തന്നെ വരും. അതെ, അത് ഉപേക്ഷിച്ചു. ആ ചെക്കനെ കൂടി ചീത്തയാക്കുന്ന മട്ടാണ് ഇപ്പോ, കണ്ടില്ലേ? അങ്ങനെ നടന്ന് മുകളിലെത്തി. ഇവിടെ വരെയാണ് ജീപ്പ് സഫാരി ഉള്ളത്. ഇവിടെ നിന്ന് നടന്ന് തന്നെ കയറണം. കൂട്ടത്തിൽ ഒരു 1.5 കിലോമീറ്റർ കൂടുതലും ഞങ്ങൾ നടന്നിട്ടുണ്ട്. നടന്നു വന്ന ക്ഷീണത്തിൽ നല്ല പോളിംഗ് ആയിരുന്നു. ആശാന് ടോയ്സ് കിട്ടാത്തത് കൊണ്ട് വലിയ ഉഷാറായില്ല. എല്ലാവിധ സജ്ജീകരണങ്ങളുമായിട്ടാണ് വന്നത്. മഴ പെയ്തതുകൊണ്ട് തന്നെ കോട്ടിട്ട് കയറി. അങ്ങ് മുകളിലാണ് ഇല്ലിക്കൽ കല്ലിന്റെ വ്യൂ പോയിന്റ്. ഇതിലേ നടന്നു വേണം കയറാൻ. കയറി പോകുന്ന വഴിക്കുള്ള കാഴ്ചയാണത്. കോട്ടയം ജില്ലയുടെ ഭാഗങ്ങളാണ്. ഈ കാണുന്ന മല കയറി മുകളിലെത്തണം. മണ്ണൊലിച്ചു പോകാതിരിക്കാൻ കോൺക്രീറ്റ് ചെയ്ത് നിർത്തിയിരിക്കുകയാണ്. വലിയ വലിയ ത്യാഗങ്ങൾ കൊണ്ടേ വലിയ വലിയ സംഗതികൾ നേടാൻ സാധിക്കുകയുള്ളൂ. ഒറ്റ വിശ്വാസത്തിൽ കയറിപ്പോവുക തന്നെ. ഇത് കാണുമ്പോഴാണ് ഒരു കാര്യം ഓർമ്മ വന്നത്. നമ്മുടെ നാട്ടിൽ അഡ്വഞ്ചർ ടൂറിസം ഇപ്പോഴും വളരെയധികം പുറകോട്ടാണ്. പ്രകൃതി അനുവദിച്ചു തന്ന ഒരു സംസ്ഥാനമായിട്ട് പോലും നമ്മുടെ സർക്കാർ ആ രീതിയിലുള്ള ആക്ടിവിറ്റീസിലേക്ക് അധികം കടന്നിട്ടില്ല. പേരിന് ചില ഏർപ്പാടുകൾ ഉണ്ടെന്നല്ലാതെ നല്ല രീതിയിൽ വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്ന താല്പര്യമുള്ള ഈ ഭാഗത്തിലേക്ക് ഇപ്പോഴും നമ്മൾ കൂടുതൽ ശ്രദ്ധ കൊണ്ടുവന്നിട്ടില്ല എന്നുള്ളതാണ് സത്യം. അങ്ങനെ ഞങ്ങൾ ഇല്ലിക്കൽ കല്ലിന്റെ ടോപ്പിലേക്ക് എത്തിയിരിക്കുകയാണ്. കുറച്ചുകൂടി ഒരു 30 അടി കൂടി മുന്നോട്ട് നടന്നു കഴിഞ്ഞാൽ ഇല്ലിക്കൽ കല്ലിന്റെ വ്യൂ പോയിന്റിലേക്ക് എത്തും. ഈ കാണുന്നതാണ് പ്രിയപ്പെട്ടവരെ സാക്ഷാൽ ഇല്ലിക്കൽ കല്ല്. എനിക്ക് ഒരു കശുവണ്ടിയോട് കൂടി തലതിരിച്ചു വെച്ചതുപോലെയാണ് തോന്നുന്നത്. എന്നാലും വളരെ പ്രകൃതി അനുഗ്രഹിച്ച് തന്ന ഒരു കാഴ്ചയാണ്. കോടമഞ്ഞുണ്ട്, അതെങ്ങനെ തട്ടിത്തലോടി പോകുന്നു. നമ്മൾ കടന്നു വന്ന വഴി ഒന്നും തന്നെ കാണാൻ പറ്റുന്നില്ല. ചുറ്റും കോടമഞ്ഞാണ്. ഇതാണ് നമ്മൾ വന്ന വഴി. തിരിച്ചിങ്ങോട്ട് നോക്കിയപ്പോഴും കല്ല് കാണാനില്ല. കല്ല് പോയി. കല്ലിനെ കോടമഞ്ഞ് കൊണ്ടുപോയി പ്രിയപ്പെട്ടവരെ.
നല്ല മഴയുള്ള സമയത്ത് ഇവിടേക്ക് പ്രവേശനം അനുവദനീയമല്ല. എന്നാലും അല്പം മഴയുള്ള സമയത്താണെങ്കിൽ നല്ല കാഴ്ചകൾ നമുക്ക് ലഭിക്കും. അല്ലെങ്കിൽ ഈ ഭാഗത്ത് നല്ല വെയിലായിരിക്കും. ഇനി ഞങ്ങൾ താഴോട്ട് ഇറങ്ങിയിട്ട് ആ കാണുന്ന മുനമ്പിലേക്ക് പോകാനാണ് ആഗ്രഹം. കുറച്ചു ദൂരം നടന്നപ്പോൾ തന്നെ അപർണയും ആദിയും സൂര്യയും ക്ഷീണിച്ചു. അവർ ഈ പാറയിൽ ഇരിക്കാനാണ് താല്പര്യപ്പെട്ടത്. ഞാൻ എന്തായാലും അവിടെ വരെ പോകാനായിട്ട് തയ്യാറെടുത്തു കഴിഞ്ഞു. തുറന്നു കിടക്കുന്ന ഒരു പ്രദേശമാണ്. കുറച്ച് ഭാഗം വരെ മാത്രം കൈവരികൾ കൊടുത്തിട്ടുണ്ട്. അവിടെ നിന്ന് സുരക്ഷിതമായി പോകുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാവുന്നതാണ്. കുറച്ചുകൂടി മുന്നോട്ട് വന്നപ്പോൾ കണ്ടൊരു കാഴ്ചയാണിത്. കോടമഞ്ഞ് വന്ന് നിൽക്കുന്നു. ചുറ്റും കോടമഞ്ഞ് വന്നിട്ടുണ്ട്. ഇപ്പോൾ സമയം ഏകദേശം ഒരു 9:45 കഴിഞ്ഞിട്ടുണ്ട്. 150 കിലോമീറ്റർ വന്നിട്ട് അവർ ചെയ്യണതൊക്കെ. ഇതുപോലുള്ള സ്ഥലങ്ങളിൽ വന്നാൽ പരമാവധി അത് എക്സ്പ്ലോർ ചെയ്ത് തന്നെ വേണം പോകാൻ. അപ്പോഴും സ്വന്തം സുരക്ഷ ആരും മറക്കരുത്. അത് ഓർമ്മയിലുണ്ടാകണം. ഇപ്പോൾ ഏകദേശം ഒരു 9:45 കഴിഞ്ഞിട്ടുണ്ട് സമയം. ആ കാണുന്ന പാറയിലാണ് അപർണയും സൂര്യയും ആദിയും ഉള്ളത്. അവരിപ്പോഴും പഴയ ജോലി ചെയ്യുകയാണ് സുഹൃത്തുക്കളെ. അങ്ങനെ ഞാൻ കുറച്ചുകൂടി മുന്നോട്ട് പോയി വീണ്ടും ഒരു മുനമ്പിലെത്തിയിട്ടുണ്ട്. അപ്പോഴെന്താ അതാ കാണുന്നു, അങ്ങറ്റത്തൊരു 4-5 കൂട്ടുകാര് ഇരിക്കുന്നുണ്ട്. ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്ത് ഞാൻ അവിടെ കിടന്നു. ശേഷം ഇനി തിരിച്ചു നടക്കാമെന്ന് കരുതുന്നു. കാരണം വന്ന വഴി അത്ര തന്നെ തിരിച്ചു പോകേണ്ടതുണ്ട്. പരമാവധി വേഗം ഞങ്ങൾക്ക് തിരിച്ചു പോകണമെന്നുണ്ട്. വേറെയും ചില പരിപാടികൾ ഉള്ളത് കൊണ്ട് തന്നെ ഇവിടെ വെച്ച് ഈ യാത്ര നിർത്തുകയാണ്. എല്ലാവർക്കും സന്തോഷവും സമാധാനവും ഉണ്ടാവട്ടെ.